തിരുവനന്തപുരം മൃഗശാലയിലെ കൂട്ടിൽ നിന്ന് 3 ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി. കുരങ്ങുകൾ മൃഗശാല കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടെന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്. കുരങ്ങുകളെ തിരികെ കൂട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. മുഹമ്മദ് ആഷിഖ് മൃഗശാലയ്ക്ക് സമീപത്ത് നിന്ന് ചേരുന്നു. ആഷിഖ്, ഇത് കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണോ? അജ്മിസ്, കൂട്ടിൽ നിന്ന് പുറത്തുപോയ 3 കുരങ്ങുകളിൽ 2 പേർ ഇപ്പോഴും മൃഗശാല അധികൃതരുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. ഒരാളെ ഇപ്പോൾ കണ്ടെത്താനായിട്ടില്ല. ഒരുപക്ഷെ ഈ കുരങ്ങ് പുറത്തു പോയിട്ടുണ്ടോ എന്നുള്ളതിന്റെ സാധ്യതകൾ മൃഗശാല അധികൃതർ പരിശോധിക്കുന്നുണ്ട്. 3 കുരങ്ങുകളാണ് ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി മൃഗശാലയ്ക്കുള്ളിലെ പ്രത്യേകമായി സംവിധാനം ചെയ്തിരുന്ന തുറന്ന കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ വന്ന് ഭക്ഷണം കൊടുക്കാനായി എത്തിയ മൃഗശാല ജീവനക്കാരാണ് ഈ ഹനുമാൻ കുരങ്ങുകൾ കൂട്ടിലില്ല എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിലാണ് തൊട്ടടുത്തുള്ള ഈ കൂടിന് തൊട്ടടുത്തുള്ള ഉയരം കൂടിയ മരത്തിന് മുകളിൽ ഈ കുരങ്ങുകളെ കണ്ടെത്തിയത്. തുടർന്ന് തന്നെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നിന്നാണ് മൃഗശാല അധികൃതരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു കുരങ്ങ് ഇപ്പോൾ പ്രദേശത്ത് കാണാനില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിരീക്ഷണം തുടരുകയാണ്. കൂടുതൽ ദൂരത്തേക്ക് പോയിട്ടുണ്ടാവുകയില്ല എന്ന് തന്നെയാണ് മൃഗശാല അധികൃതർ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് സന്ദർശകരില്ലാത്ത ദിവസമാണ്. തിങ്കളാഴ്ച മൃഗശാലയ്ക്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇല്ലാത്തത് കൊണ്ടും വലിയ പ്രകോപനം ഉണ്ടാകാത്തത് കൊണ്ടും വലിയ ദൂരത്തേക്ക് കുരങ്ങുകൾ പോയിട്ടുണ്ടാവുകയില്ല എന്ന് തന്നെ കണക്കാക്കുന്നുണ്ട്. 2 പേർ ഇപ്പോഴും മൃഗശാല അധികൃതരുടെ നിരീക്ഷണത്തിലാണ്. പ്രത്യേകിച്ച് ഈ ഹനുമാൻ കുരങ്ങ് ഏതാണ്ട് 1 വർഷം മുമ്പാണ് മുൻപ് ഇതേപോലെ ചാടിപ്പോകുന്നത്. അന്ന് വലിയ കോലാഹലമായിരുന്നു സൃഷ്ടിച്ചത്. തിരുവനന്തപുരം നഗരം മൊത്തം ചുറ്റിക്കറങ്ങി വിവിധ ഭാഗങ്ങളിൽ കറങ്ങിയതിനു ശേഷമാണ് വലിയ ശ്രമങ്ങൾക്കൊടുവിലാണ് അന്ന് ഈ ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്താൻ സാധിച്ചത്. ഒരുപക്ഷെ മയക്കൂടി വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ഇന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്ന ആ രീതിയിൽ ഏതെങ്കിലും മയക്കൂടി വെക്കേണ്ട സാഹചര്യമില്ല. വളരെ നയപരമായി ഇടപെട്ടുകൊണ്ട് ഭക്ഷണവും മറ്റും കാണിച്ച് തിരികെ കൂട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അന്ന് ചാടിപ്പോയ കുരങ്ങുകളിൽ ഒരാൾ ഇന്ന് ചാടിപ്പോയവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് മൃഗശാല അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുൻപത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മറ്റു കൂട്ടുകാരെ കൂടി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നൊക്കെ പറ്റുമായിരിക്കുമെന്ന് പറയുന്നു. മൃഗശാല അധികൃതർ ആ രീതിയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അന്ന് ചാടിപ്പോയതിനു ശേഷം ഈ കുരങ്ങുകളെ അടച്ച കൂട്ടുകളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ ഓണക്കാലത്താണ് അവയെ തുറന്ന സംവിധാനമുള്ള ഒരു കൂട്ടിലേക്ക് മാറ്റിയത്. അപ്പോഴും വലിയ ദൂരത്തേക്ക് ചാടിപ്പോകാത്ത രീതിയിൽ മതിലുകൾ, വലിയ ഗ്രില്ലുകൾ അടക്കമുള്ള സംവിധാനത്തിനുള്ളിലായിരുന്നു താമസിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവർ ചാടിപ്പോയിരിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഹനുമാൻ കുരങ്ങുകൾ പശ്ചിമഘട്ട വനമേഖലയിൽ കാണപ്പെടുന്ന ഒരു കുരങ്ങാണ്. അവ വലിയ ഉയരം കൂടിയ മരങ്ങൾക്ക് മുകളിലാണ് ഇവരുടെ ആവാസ വ്യവസ്ഥ. അവിടെ കൂടുകെട്ടി 3, 4, 5 പേരുടെ ഒരു ഗ്രൂപ്പായി താമസിക്കുന്ന ഒരു രീതിയാണ്. പ്രത്യേകിച്ച് വന്യജീവി ഈ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ കുരങ്ങുകളെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ടൈപ്പാണ്. അന്ന് ചാടിപ്പോയിട്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയിരുന്നു? അന്ന് മൃഗശാല അധികൃതർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആൾക്കൂട്ടങ്ങൾ ആക്രമണ സ്വഭാവം, ഇവരെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ആക്രമണ സ്വഭാവം കാണിക്കുന്ന തരത്തിലുള്ള കുരങ്ങുകളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അന്ന് ആരെയും തന്നെ ആക്രമിച്ച ഒരു സംഭവം ഇല്ല. എന്നാലും അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ആക്രമിക്കുന്ന സ്വഭാവമുള്ള കുരങ്ങുകളാണ്. ഈ പുരാണപ്രകാരം ഈ ഹനുമാൻ കുരങ്ങുകൾ എന്ന് പറയുന്നത് വാനരസേനയാണ്. ഹനുമാന്റെ നേതൃത്വത്തിലുള്ള വാനരസേനയാണ്. സീതാദേവിയെ രക്ഷപ്പെടുത്താനായി ലങ്കയിലേക്ക് പോയ വാനരസേനയിലെ അംഗങ്ങളാണ് ഈ ഹനുമാൻ കുരങ്ങുകൾ എന്നാണ് പറയുന്നത്. സീതാദേവിയെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ തീപ്പൊള്ളൽ ഏറ്റുകൊണ്ടാണ് ഈ കുരങ്ങുകളുടെ മുഖവും കണ്ണും ഒക്കെ പൊള്ളിയത്. അങ്ങനെ കറുത്ത പാടുകൾ മുഖത്തും കയ്യിലും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സേനയുടെ സ്വഭാവം, ഒരു ആക്രമണ സ്വഭാവം ഇതിന്റെ ജനുസിലുണ്ട്, അതിന്റെ സ്വാഭാവികമായി അതിനുണ്ട് എന്ന് മൃഗശാല അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന രീതി കുരങ്ങുകൾക്കില്ല. പ്രത്യേകിച്ച് ഉയരം കൂടിയ മരങ്ങൾക്ക് മുകളിലായിരിക്കും കുരങ്ങുകൾ താമസിക്കുന്നത്. അതുവഴിയായിരിക്കും ഉയരം കൂടിയ ഇടങ്ങളിലൂടെയാണ് ചാടി അതിങ്ങനെ സഞ്ചരിച്ച് പോവുക. അതാണ് ഹനുമാൻ കുരങ്ങുകളുടെ ഒരു പ്രത്യേകത. ഒത്തിരി അധികം താഴേക്കൊന്നും വരുന്ന ഒരു സ്വഭാവം അവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നഗരവാസികളെ സംബന്ധിച്ചില്ല എന്ന് മൃഗശാല അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉടനെ തന്നെ തിരികെ എത്തിക്കാൻ എന്ന് കഴിയുമെന്നാണ്. ഇന്ന് ഈ അവധി ദിവസം കഴിയുമ്പോൾ തന്നെ തിരികെ കൂട്ടിലേക്ക് ഈ കുരങ്ങുകളെ എത്തിക്കാൻ കഴിയും എന്ന് കണക്കാക്കുന്നുണ്ട്. തിരുപ്പതിയിൽ നിന്നാണ് ഏതാണ്ട് 2 വർഷം മുൻപ് ഈ കുരങ്ങുകളെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിക്കുന്നത്. അന്ന് 3 കുരങ്ങുകളെയാണ് ഇങ്ങോട്ട് എത്തിച്ചത്. അതിൽ ഒരാളാണ് ചാടിപ്പോയത്. പിന്നീട് ഈ ചാടിപ്പോയ കുരങ്ങുകൾ
കുഞ്ഞുങ്ങളെ തിരിച്ചെത്തിക്കുകയും ഈ ഹനുമാൻ കുരങ്ങുകളുടെ കൂട്ടത്തിൽ ഒരു പുതിയ തലമുറ ഉണ്ടാവുകയും ഏതാണ്ട് 6 മാസം മുമ്പാണ് ഒരു പ്രസവം നടക്കുന്നത്. അതിൽ 3 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഹനുമാൻ കുരങ്ങുകൾ ഏതാണ്ട് കഴിഞ്ഞ 2 വർഷങ്ങളായി തിരുവനന്തപുരം മൃഗശാലയിലെ ഹനുമാൻ കുരങ്ങുകൾ വലിയ വാർത്താ പ്രാധാന്യം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളൂ. സൂവിന്റെ അങ്കണത്തിൽ തന്നെ ഉണ്ടെങ്കിലും ഹനുമാൻ കുരങ്ങുകൾ പുറത്തുപോയി എന്ന് പറയുമ്പോൾ വലിയ ആകാംക്ഷയും കൗതുകവും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഹനുമാൻ കുരങ്ങുകളെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം മൃഗശാല അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അധികം ദൂരേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ മ്യൂസിയം നമുക്കിപ്പോൾ കണ്ടാൽ അറിയാം. ഈ പ്രദേശങ്ങൾ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ വലിയ തിരക്കുണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ തിരക്കും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയില്ല. ഇന്ന് അവധി ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം മ്യൂസിയവും സൂവും അവധി നൽകിയിരിക്കുന്ന ദിവസമാണ്. വലിയ തിരക്കില്ല. ആളുകളുടെ പ്രകോപനമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ അങ്കണത്തിന് തൊട്ടടുത്ത പ്രദേശത്താണ് ഹനുമാൻ കുരങ്ങുകളുടെ താവളമുള്ളത്. അവിടെയാണ് ഇവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന തുറന്ന കൂടുള്ളത്. അതിനോട് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മറ്റു കുരങ്ങുകൾ, സിംഹവാലൻ കുരങ്ങ് അടക്കമുള്ളവയെ താമസിക്കുന്ന കൂടുകളെല്ലാം ഈ പ്രദേശത്തോട് തന്നെയാണ്. ഈ വൻമരങ്ങൾക്കിടയിലൂടെയാണ് അവ. നമുക്ക് ഇടയ്ക്ക് നോക്കി നിൽക്കുമ്പോൾ പലപ്പോഴും പല കുരങ്ങുകളെയും കാണാം. അല്പനേരം മുമ്പ് ഇതുവഴി ഒരു സിംഹവാലൻ കുരങ്ങ് ചാടിക്കടന്ന് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ എവിടെയോ ഈ ഹനുമാൻ കുരങ്ങ് നിൽപ്പുന്നുണ്ട് എന്ന് തന്നെ മൃഗശാല അധികൃതർ അനുമാനിക്കുന്നുണ്ട്. കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാതെ നല്ല ഭക്ഷണം വല്ലതും കാണിച്ച് കൂട്ടിലേക്ക് തന്നെ തിരികെ എത്തിക്കാനുള്ളൊരു ശ്രമമാണ് മൃഗശാല അധികൃതർ നടത്തുന്നത്. അജിം സർ.